പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, തൊഴിലുറപ്പ് തൊഴിലാളികളെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, പ്രകൃതിയില്ലെങ്കിൽ നാം മനുഷ്യരില്ല. പ്രകൃതിയെ അതുപോലെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ പൗരൻ്റെയും കടമയാണ്. ഇപ്പോൾ പ്രകൃതിയുടെ താളം തെറ്റിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇനിയും വളരെ ശ്രദ്ധയോടെ നിന്നില്ലെങ്കിൽ ഇപ്പോൾ വരൾച്ച, അതേപോലെ വെള്ളപ്പൊക്കം പോലുള്ള പേമാരികൾ ഒക്കെ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഇതേപോലെ പ്രകൃതിയെ സംരക്ഷിക്കുകയും, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ഒരു തൈ നട്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് നമുക്കൊരു കൂട്ടായി ചേരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നാണ് എൻ്റെ കടമ. ഇത് നമ്മുടെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. ഞങ്ങൾ സാധാരണ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആളുകൾ കൺവേർജൻസ് കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞു. അതിലൊരു യഥാർത്ഥ മാതൃകയാണ് ഇവിടെ നടക്കുന്നത്. അതായത് തൊഴിലുറപ്പ് പദ്ധതി ഒരു ഭാഗത്തുണ്ട്, ഹരിതകേരള മിഷനുണ്ട്, MSRF ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 48 തരം വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഒരുപക്ഷെ ചിലതൊക്കെ ഇങ്ങനെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന ലിസ്റ്റിൽപ്പെട്ട ചെടികളടക്കമാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് നടുന്നത്. ഇത് എല്ലാ പഞ്ചായത്തുകളിലും ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് സ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. തൊഴിലുറപ്പ് തൊഴിലാളികളെ, സഹപ്രവർത്തകരെ, ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ലിസ്റ്റ് തന്നപ്പോൾ ഒരു 44 തൈൻ്റെ ഒരു ലിസ്റ്റ് തന്നിരുന്നു. അതിൽ എനിക്കൊക്കെ അറിയുന്നത് ഒരു വിരലെണ്ണാവുന്ന ഒരു 5-10 പേരെ എനിക്ക് അറിയുള്ളൂ. ബാക്കിയുള്ള ഒരു 10-40 എണ്ണം നമ്മൾ കാണാത്തതോ അതിൽ കേൾക്കാത്തതായിട്ടുള്ള തൈകളാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. നമ്മളിത് നട്ട് ഇവരെല്ലാം പറഞ്ഞ പോലെ ഈ കാണുന്ന ഈ കപ്പക്കാടായിരിക്കും 6 മാസം കഴിഞ്ഞാൽ അവിടെ. അപ്പോൾ അത് പരിപാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും നിങ്ങൾക്ക് ഇനിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പിന്നെ ഇനിയും കൂടുതൽ ഏരിയയിലേക്ക് ഇത് ചെയ്യാനുള്ളൊരു നടപടി ബാക്കിയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അത് നല്ലതാണ്. കാരണം ഈ ഏരിയയൊക്കെ ഡെവലപ്പായി വരുമ്പോൾ നമുക്ക് ഈ മരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഒരു വ്യത്യസ്തമായ മരങ്ങളാകുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും. പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വാർഡ് മെമ്പർ, JPC, സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഡയറക്ടർ, എല്ലാ ഉദ്യോഗസ്ഥരും, മെമ്പർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകേരള മിഷൻ RPമാർ, NRG സ്റ്റാഫ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഒരു ജൂൺ 5-ന് നമ്മളെല്ലാ കൊല്ലവും ജൂൺ 5 പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് തൈകൾ നടുന്ന എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്യാനുള്ളതാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ ഒരു വൈകിയ വേള ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഈ ഒരു തിരക്കിനിടയിലും നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കര അവർക്ക് എൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയിൽ തൊഴിലുറപ്പിൻ്റെ എല്ലാ സഹപ്രവർത്തകരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ പിന്തുണ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഒരു പച്ചത്തുരുത്ത് അല്ലെങ്കിൽ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് രൂപീകരിക്കാൻ വേണ്ടി എല്ലാവിധ പിന്തുണയും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ്, അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ്